കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് നഗരത്തിലെ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്താണ്. കോർപ്പറേഷൻ നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇതെന്ന വിശദീകരണമാണ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്നത്. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ്. കോഴിക്കോട് നഗരത്തിലെ ശുചിമുറി മാലിന്യങ്ങൾ ഇവിടെ എത്തിച്ച് സംസ്കരിക്കുന്നതിലാണ് ജനങ്ങൾക്ക് പ്രതിഷേധമുള്ളത്. അവർ പ്രതിഷേധിക്കാൻ കാരണമായി പറയുന്നത് ഇത് ജനവാസ മേഖലയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഈ പ്ലാന്റിന് ചുറ്റുമുണ്ട്. മാത്രമല്ല ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, കുട്ടികളുടെ ഹോസ്റ്റലുകളുണ്ട്. ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നതിനാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയാക്കും എന്നാണ് ഈ പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. മെഡിക്കൽ കോളേജിലെയും സമീപ പ്രദേശങ്ങളിലെയും ശുചിമുറി മാലിന്യം ഈ പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കാമെന്നാണ് വ്യവസ്ഥ. എന്നാൽ മെഡിക്കൽ കോളേജിലെ മുഴുവൻ സ്ഥാപനങ്ങളിലെയും ശുചിമുറി മാലിന്യങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാതെ പുറത്തുനിന്ന് മാലിന്യങ്ങൾ എത്തിക്കുന്നതാണ് എതിർപ്പിന് കാരണം. മാത്രമല്ല മെഡിക്കൽ കോളേജ് ആശുപത്രി പോലുള്ള ഒരു ആരോഗ്യ സ്ഥാപനത്തിനടുത്ത് ഇത്തരത്തിലുള്ള പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നു. പ്രതിഷേധം പലതവണ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ശുചിമുറി മാലിന്യവുമായി വണ്ടികൾ പ്ലാന്റിലെത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജിനകത്തെ റോഡുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആശുപത്രി ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് ആക്ഷൻ സമിതി രൂപീകരിച്ചു. ഇപ്പോൾ എല്ലാ മാലിന്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്. അതും ഞങ്ങൾ മെയിൻ ഗേറ്റ് വഴിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അത് ഒന്നുകിൽ അത് ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു നിലപാട് കോർപ്പറേഷൻ്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഞങ്ങൾ ഒരിക്കലും കോർപ്പറേഷനോ അതേപോലെ കോളേജിനോ സർക്കാരിനോ ഞങ്ങളെതിരല്ല. പക്ഷേ അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. പ്ലാന്റിന് സമീപത്ത് നിരവധി ഹോസ്റ്റലുകളുണ്ട്. പ്ലാന്റിന്റെ പ്രവർത്തനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. ഓഫ് ടൈമുകളിലായിട്ടാണ് ഇങ്ങോട്ട് സംസ്കരണം നടക്കുക, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് എത്രത്തോളം ആണെന്ന് നമുക്ക് ആ ഒരു ആശങ്കയുണ്ട്. കാരണം ഇതൊന്നും കണക്ട് ചെയ്യാത്രത്തോളം നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ബാക്കി അവശേഷിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവിടെ സമീപത്തുള്ള ഒരുപാടധികം കുട്ടികൾ, ഒരു 300 അതിന് കൂടുതലധികം കുട്ടികളും അതുപോലെ തന്നെ ബാക്കി ജീവനക്കാർ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഈ മണവും കാര്യങ്ങളൊക്കെ ശ്വസിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ആശങ്കയാണ് നമുക്കുള്ളത്. ഇത് ഭാവിയിൽ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് വരിക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ വിശദീകരണം. എത്രയോ മുമ്പേ വരേണ്ടതായിരുന്നു സരോവരത്തെ ആ പ്ലാന്റ്. ഇതുപോലെ ജനങ്ങൾ അനാവശ്യമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് നിന്ന് പോയത്. ഇന്നിപ്പോൾ നമുക്ക് അവിടെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ഞങ്ങൾ പുറത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരില്ല. നമുക്ക് ഈ വരുന്നതിനകത്ത് തന്നെ അത് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നിലവിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് കോഴിക്കോട് നഗരത്തിൽ സംവിധാനമില്ല. ഇത്തരം മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സരോവരത്തെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുന്നതുവരെ താൽക്കാലിക സംവിധാനമെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. എന്നിരുന്നാൽ പോലും നിലവിൽ ആക്ഷൻ സമിതി വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വന്ദനെ പോലെ കുറേ കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിലൂടെ ചോദിക്കുന്നുണ്ട്, നാളെ സ്കൂളുണ്ടോ, നാളെ പള്ളിക്കൂടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. നാളെ സ്കൂൾ ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? നാളെ വിദ്യാലയങ്ങളെല്ലാം പ്രവർത്തിക്കും. ഇതുവരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും സംസ്ഥാന സർക്കാരോ ജില്ലാ കളക്ടറോ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അവധിയാണെന്ന് കരുതി കുട്ടികൾ മടിച്ചിരിക്കേണ്ട. നാളെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊള്ളൂ. കുവൈറ്റിലെ തീപിടുത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. 3ാം നിലയിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് ചാടി രക്ഷപ്പെട്ട നളിനാക്ഷൻ്റെ ഓപ്പറേഷൻ പൂർത്തിയായി എന്ന് കുവൈറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ നളിനാക്ഷൻ്റെ കാലിനും തോളിനും പരിക്കേറ്റിരുന്നു. ഓപ്പറേഷൻ മുമ്പ് നളിനാക്ഷൻ ഭാര്യയുമായി വീഡിയോ കോളിൽ സംസാരിച്ചെന്നും ഞങ്ങളുടെ കുവൈറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാലിന്യ പ്രശ്നത്തിലേക്ക് നമ്മൾ അടങ്ങി വരുന്നു. കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ മാലിന്യവും സംസ്കരിക്കാനുള്ള സ്ഥലമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും പറയുന്നത്. അവിടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ കടന്നു ചെല്ലുന്നു. ഇപ്പോൾ ഈ ഒരു STP പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ദിനംപ്രതി 20ഓളം ട്രക്കുകളാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. അതായത് വിദ്യാർത്ഥികളും രോഗികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാമ്പസിലെ റോഡിലൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുമ്പോൾ എത്രത്തോളം ഈ വേസ്റ്റുകളും കാര്യങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യും, ഇവിടുത്തെ രോഗികളെ എഫക്റ്റ് ചെയ്യും, ഇവിടുത്തെ സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യും. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റലുകളുടെയും ഒക്കെ നടുക്കായിട്ടാണ് ഈ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ
വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്. എവിടുന്നൊക്കെയോ കൊണ്ടുവന്നു, ഇവിടുത്തെ മാത്രമല്ലല്ലോ, കോർപ്പറേഷനിലൊക്കെ ഇവിടെ കൊണ്ടുവരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പ്രശ്നമാണ്.